ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത 272.2 കോടി രൂപ KSEBിക്ക് കിട്ടാനുള്ള പണം എഴുതി തള്ളിയെന്നാണ്. അതായത് KSEB കരണ്ട് കൊടുത്ത വകയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSEBിക്ക് കൊടുക്കാനുള്ള 272.2 കോടി രൂപ സർക്കാർ എഴുതി തള്ളി. അതിനവർ കുറെ ന്യായങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും KSEB ഇടയ്ക്കിടെ വൈദ്യുതി വിച്ഛേദിക്കുന്നത് കൊണ്ട് ഉൽപാദനം കുറഞ്ഞെന്നും അതിനെ അനുവദിക്കില്ല എന്നുമൊക്കെയാണ് സർക്കാർ വീമ്പിളക്കുന്നത്. പക്ഷെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന KSEBിക്ക് ഈ 272.2 കോടി രൂപ വലിയ ബാധ്യതയായിരിക്കും. ആ ബാധ്യതയിൽ നിന്നും അവർ തടിയൂരാൻ ശ്രമിക്കുന്നത് നമ്മൾ പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞുകൊണ്ടാവും. കമ്പിപ്പാരയുമായി KSEB ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിലധികമുള്ള ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മാത്രമല്ല, വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള അഴിമതി കരാറുകളും KSEBിയുടെ വലിയ നഷ്ടത്തിന് കാരണമാകുന്നു. ആ നഷ്ടത്തിൽ നിന്നും തലയൂരാൻ KSEB സാധാരണക്കാരന്റെ നിരക്ക് കൂട്ടുന്ന വിനോദത്തിൽ ഏർപ്പെടുന്നു. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലോ KSEB വീണ്ടും നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 5ാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. 2017 ഒരു യൂണിറ്റിന് 30 പൈസയും 2019 40 പൈസയും 2022 46 പൈസയും 2023 24 പൈസയും കൂട്ടിയ സർക്കാർ ഇക്കുറി ഒരു 40 പൈസയെങ്കിലും യൂണിറ്റിന് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ സാധാരണക്കാരന് കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധി രൂപപ്പെടുമെന്നർത്ഥം.